സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. കോഴിക്കോട് കൊയിലാണ്ടി നടേരി സ്വദേശി ബിജു ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബെൻസൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വീണ്ടും ഈ പകർച്ചവ്യാധി കാലം അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കഴിഞ്ഞ ഏതാണ്ട് 2 വർഷക്കാലമായി നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഈ മാസം 23-ാം തീയതിയാണ് ഇദ്ദേഹത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരുന്നു ഈ രോഗം സ്ഥിരീകരിച്ച സമയം തൊട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആൾ ചികിത്സയിലുണ്ടായിരുന്നത്. നടേരി സ്വദേശിയായിട്ടുള്ള ബിജു, അദ്ദേഹത്തിന് 49 വയസ്സാണ്. ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ രോഗം എവിടെ നിന്നാണ് പിടിപെട്ടത്, എന്താണ് രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു, വാർഡ് മെമ്പറൊക്കെയായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ അവരുമായി സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളും നിലവിൽ ഇല്ല എന്നുള്ളതുമാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇത് നടേരി തെറ്റിക്കുന്ന് 22-ാം വാർഡിലാണ് ഈ രോഗം ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം. അപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച ആ സമയത്ത് തന്നെ ക്ലോറിനേഷൻ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, പ്രതിരോധ നടപടികളെല്ലാം തന്നെ ആ മേഖലയിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ രോഗം പിടിപെടുന്ന ആ കാലഘട്ടത്തിലൊന്നും തന്നെ കുളത്തിലോ പുഴയിലോ ഒന്നും തന്നെ കുളിക്കാൻ പോവുകയും അങ്ങനെ രോഗം പിടിപെടാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗത്തിന്റെ ഉറവിടം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം അദ്ദേഹത്തിന് 23-ാം തീയതി സ്ഥിരീകരിക്കുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഹർഷൻ, ബെൻസൺ ആണ് വിവരങ്ങൾ നൽകിയത്.